ഷെഫ് ലിഷിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് നാച്ചോസ്. റൈസ് ഫ്ലോർ വെച്ചാണ് നമ്മൾ നാച്ചോസ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കിടലിന് ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നാച്ചോസിന്റെ പ്രിപ്പറേഷനോട് പോകും. പാനിൽ 1 കപ്പ് അളവിൽ വെള്ളം വെച്ച് വെള്ളം നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി നല്ലപോലെ ആ വെള്ളത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നുവെച്ചാൽ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. പിന്നീട് നമ്മൾ കുഴച്ച ആ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ല ഒരു ഡോ ആക്കി എടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന രീതി നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഒരു ഡോ പരുവത്തി കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഡോ ഉണ്ട്, ഓൾമോസ്റ്റ് സെറ്റപ്പ് ഡോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ ഒരു പലക എടുക്കുക പരത്താനുള്ള. അതിലേക്ക് അരിപ്പൊടി ഇതുപോലെ അതിൻ്റെ മേളിൽ നല്ലപോലെ ഒന്ന് വെതറി കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഇതുപോലെ അരിപ്പൊടി വെതറി കൊടുക്കുക. പിന്നീട് നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഡോ അതിൻ്റെ മേളിലേക്ക് എടുത്തു കൊടുക്കുക. പിന്നീട് ഒരു കൈ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോളർ ഉപയോഗിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തുന്ന ഡോയ്ക്ക് വളരെ ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏത് ഷേപ്പിൽ വേണം നമുക്ക് പരത്താവുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. കാര്യം വെച്ചാൽ ഡോ അധികം കനം കൂടാനും പാടില്ല, എന്നാൽ അധികം കനം കുറയാനും പാടില്ല. ഏകദേശം അതിൻ്റെ രണ്ടിനെ നടക്കിയിരിക്കുന്ന രീതി പരത്തുക. പിന്നീട് ആ ഡോയിലേക്ക് അല്പം അരിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് പരത്തി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഇതുപോലത്തെ ഒരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് എടുത്ത ശേഷം നമ്മുടെ ഡോയിൽ ഇതുപോലെ കുത്തി ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയം ഇതിൽ എയർ ബൗൾസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് ഡോയിൽ ഇതുപോലെ കുത്തുകളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇത് കുത്തുകളിട്ട ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡോയുടെ ഈ സൈഡ് ഷേപ്പിൽ കിടക്കുന്ന ഭാഗങ്ങളില്ലേ, അതൊരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞ ഷേപ്പ് നമ്മളിപ്പം നോക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ ഇതുപോലെ ഷേപ്പില്ലാത്ത ഭാഗങ്ങൾ നൈഫ് ഉപയോഗിച്ച് നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കണ്ടോ, ഒരു ചതുരത്തിലുള്ള ഡോ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അതേ നൈഫ് വെച്ചതിന് ശേഷം നമുക്ക് ഡോ നാച്ചോസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യണം. ത്രികോണ ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നാച്ചോസ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഡോയിനെ നമ്മൾ ചെറിയ ഡയമണ്ട് ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നാച്ചോസ് ഫുള്ളായി നമ്മൾ കട്ട് ചെയ്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നാച്ചോസിൻ്റെ സീസണിങ് തയ്യാറാക്കാം. സീസണിങ്ങിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ചാറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. പിന്നീട് ചാറ്റ് മസാലയും ചില്ലി പൗഡറും കമ്പൈൻ ആകുന്ന രീതി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചോസിൻ്റെ സീസണിങ് റെഡി ആയിട്ടുണ്ട്. പിന്നീട് കടായിൽ ഓയിൽ നല്ലതുപോലെ ചൂടാകാൻ വെക്കുക. ആ ചൂടായ ഓയിലിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാച്ചോസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു കളറാകുന്ന സമയം നാച്ചോസിനെ നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതി ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ സീസണിങ് ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഫുള്ളായി കവറി വിതറി കൊടുക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നാച്ചോസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നീട് ആ കവറിൽ നമ്മൾ എയർ നിറച്ച ശേഷം എയർ വെളിയിൽ പോകാത്ത രീതി ഇതുപോലെ നിറച്ച് വെക്കുക. എയർ നിറച്ച കവർ ഇതാണ് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഇതുപോലെ റൗണ്ടാക്കി നല്ലതുപോലെ കറക്കുക. അപ്പോൾ ആ സീസണിങ് ഒക്കെ ആ നാച്ചോസ് നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ നാച്ചോസിനെ നല്ല സ്റ്റൈലായിട്ടൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നാച്ചോസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റും വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.